ഈ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് ആത്മീയപാതയിൽ സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. അത് കുറേ ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അനുഭവത്തിൽ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് ആത്മീയപാതയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു കുഴപ്പം സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടാവാം. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആണ്. പക്ഷേ എൻ്റെ അഭിപ്രായമല്ല. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ നോൺ വെജ് ചെറുപ്പം മുതൽ കഴിക്കുന്ന ആളാണ്. അത് എൻ്റെ ബോഡി യൂസ്ഡാണ്. ഞാൻ ഈ നോൺ വെജിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചു. നമ്മൾ തത്വങ്ങളും ശാസ്ത്രങ്ങളും പറയുന്നത് നോൺ വെജ് കഴിക്കരുത്, അത് ശരീരത്തിന് നല്ലതല്ല, പച്ചക്കറി വേണം കഴിക്കേണ്ടതെന്നുള്ളത് ഞാൻ പല പ്രാവശ്യം മാറാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ മാറാൻ നോക്കിയ സമയങ്ങളിലെല്ലാം എനിക്ക് പല പല ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ട് ഞാനത് വീണ്ടും നോൺ വെജിലേക്ക് തന്നെ വരേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മനസ്സ് ശുദ്ധമാക്കി വെക്കുക, നമ്മുടെ ചിന്തകളെ ശുദ്ധമാക്കി വെക്കുക, നമ്മളെ ചക്രാസ ശുദ്ധമാക്കി വെക്കുക. മറ്റുള്ളവരോടുള്ള വെറുപ്പ്, ദേഷ്യം, പക, ഈഗോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, അസൂയ, ചുമ്പ് എന്നൊക്കെ പറയുന്ന നെഗറ്റീവായ എലിമെൻറ്റ്സ് നിങ്ങൾ കംപ്ലീറ്റ് റിലീസ് ചെയ്ത് കളയാം. ഇത് റിലീസ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. ആരും തല്ലുപിടിക്കാൻ വരരുത്, തർക്കിക്കാൻ വരണ്ട. എൻ്റെ അഭിപ്രായമാണ്, ഞാനത് ഉറച്ചു നിൽക്കും. കാരണം ഇത് ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയണതല്ല, എൻ്റെ അനുഭവമാണ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ്. പക്ഷേ നിങ്ങൾ പച്ചക്കറിക്കാരനൊക്കെ ആയിട്ട് പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ട് നടന്നിട്ട് ഈ പറയുന്ന ചക്രാശുദ്ധീകരണം വരുത്താതെ, നെഗറ്റീവ് എലിമെൻറ്റ്സ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കളയാതെ, നിങ്ങളുടെ ഈഗോ കളയാതെ, നിങ്ങളുടെ ദേഷ്യം കളയാതെ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകില്ല. ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് ഞാനീ പറയണത് നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പക്ഷേ ഭക്ഷണത്തിൽ മാത്രം നമ്മൾ നിയന്ത്രണം വരുത്തിക്കൊണ്ടല്ല കാരണം. ഇനി നിങ്ങൾക്ക് പച്ചക്കറി തന്നെ കഴിക്കണം എന്ന ആഗ്രഹം വരികയാണ്, ഉള്ളിൽ നിന്നൊരു ആഗ്രഹം വരികയാണ്. അപ്പോൾ ഞാനും ചിലപ്പോൾ നാളെ മാറിയേക്കാം, നാളെ ഞാൻ പച്ചക്കറി മാത്രം കഴിക്കുന്ന ഒരാളാവാം, എനിക്ക് അറിഞ്ഞൂടാ. ദൈവം എന്താണോ നിശ്ചയിക്കുന്നത് അതുപോലെ പോവാം. അപ്പോൾ അങ്ങനെ ഉള്ളിൽ നിന്നുള്ള തോന്നലുകൊണ്ട് നിങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ. അല്ലാതെ നിങ്ങൾ അതിന് വേണ്ടി തത്വങ്ങൾ പാലിക്കാൻ വേണ്ടി നിങ്ങൾ മാറാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. അത് അനുഭവസ്ഥനാണ് ഇരിക്കുന്നത്. ഞാൻ അവരെ ശ്രമിച്ചു നോക്കിയതാണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു, ആ ശ്രമം വേണ്ടെന്ന് വെച്ചു. അപ്പോൾ നിങ്ങളതൊന്ന് ശരിക്കും ആലോചിക്കുക. ആർഗ്യുമെൻറ്റ് ചിലപ്പോൾ ഉണ്ടാവാം ഈ വിഷയത്തിൽ. ഇതിനു മുമ്പും പല പ്രാവശ്യം ഈ പല ഗ്രൂപ്പുകളിലൊക്കെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകൾ തല്ലുപിടിക്കാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആർഗ്യുമെൻറ്റിന് ഒരു താല്പര്യമില്ല, അതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രക്ഷിക്കട്ടെ, അത്രയേ ഉള്ളൂ.